ഒരു ട്രാൻസ് മാൻ ഒരു നാച്ചുറലി ഒരു പുരുഷനുണ്ടാവുന്ന പോലെ ഒരു ഇറക്ഷൻ സംഭവിക്കോ ആഫ്റ്റർ സർജറി? ഇല്ല. ഓഹ്! ഹോ! 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 ഇറക്ഷൻ ഉണ്ടാവില്ല, സെൻസേഷൻ ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഇറോജനസ് സെൻസേഷൻ ഉണ്ടാവും. അവർക്ക് ആ സെക്ഷൽ സെൻസേഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇറക്ഷൻ ഉണ്ടാവില്ല. ഇറക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ നമ്മൾ ഇത് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റോ ഇംപ്ലാന്റ്സ് വെച്ച് കൊടുക്കണം. ഈ റോഡൊക്കെ പഴയ സാധനങ്ങളാണ്. ആ, ആ. ഇംപ്ലാന്റ്സ് വെച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ക്രോട്ടത്തിൽ ചെറിയൊരു റിസർവോയർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയും ഇത് ചെയ്യുന്നത് ഇറക്ഷൻ വേണമെന്ന് വെച്ചാൽ അത് പ്രസ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ഇറക്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ കുറേ അത് സിസ് ആൾക്കാർക്കും വെക്കാറുണ്ട്. ആ. ഫോർ സം റീസൺ ആൾക്കാർക്ക് നെർവിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഇറക്ഷൻ കറക്റ്റായി വരുന്നില്ല വെച്ചാൽ അവർക്കും ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് അത് ട്രാൻസ് ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സാധനമൊന്നുമല്ല. ഓക്കെ, ഓക്കെ. എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് ഈ അതെ, സർജറിയുടെയും അതെ, ഭാഗമാവുന്നു അതെ, അതെ. മാത്രം. ഓക്കെ, ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു ലൈംഗിക ബന്ധത്തില് ഈ സർജറിക്ക് ശേഷം നടക്കുന്ന ഒരു ലൈംഗിക ബന്ധം ഉണ്ടാവുന്നതായിരിക്കാം. അതിന് എന്തെങ്കിലും രീതിയില് മെഡിക്കൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കൂടുതലാണ്. ചിലപ്പോൾ നമുക്ക് ഈ ഇംപ്ലാന്റ്സ് ഒക്കെ പുറത്തോട്ടൊക്കെ വരാൻ സാധ്യത വരും. ഈ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ഇടയില്. ആ ആ കാര്യം എന്ന് വെച്ചാൽ അത് സെൻസേഷൻ ഇല്ലാണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് വരുന്നത്. ആ, ഓക്കെ, നമ്മൾ ഓക്കെ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സെൻസറി നെർവ്സും കൂടി നമ്മൾ കണക്ട് ചെയ്യും. ഉം. സെൻസേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇംപ്ലാന്റ്സ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ.